Hello, hi, welcome back to Support Gaming and ഞാനത് ചെയ്തു. എന്റെ ലെവൽ നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാം. അതെ, 100 ലെവല് എത്താ പോലെ ചെയ്യാൻ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് ഗ്രൈൻഡ് ചെയ്തു. ഓഫ് ക്യാം ഗ്രൈൻഡ് എത്ര നേരം ചെയ്തെന്നറിയാമോ? ആൻഡ് എന്റെ ഫ്രൂട്ടൊക്കെ മാറും. ഐസ് ഫ്രൂട്ടാണ്. ആൻഡ് ഇത് കണ്ട ഐസ് ഐസ്ബർഗ് 3 എബിലിറ്റി എനിക്കുണ്ട്. അതായത് അത്രത്തോളം ഞാൻ പറയും. അതിന് മാസ്റ്ററി 95 100 എനിക്ക് അവസാനത്തെ എബിലിറ്റി. നമുക്ക് ഇതിന്റെ ബാക്കിയെ കുറിച്ച് എങ്ങനെ ചത്ത് എനിക്ക് ഭ്രാന്ത് കൊടുക്കും. കൈയൊക്കെ പൊട്ടിച്ചെങ്കിൽ ഇങ്ങനെ മറ്റേ അനങ്ങിയാതെ ഇങ്ങനെ ഇരുന്ന് മറ്റേ കോൺസെൻട്രേറ്റ്. അത് ഏറ്റവും വലിയ പ്രശ്നം. എന്റെ കൺസേർട്ടിന് പോലും അല്ല ഞാൻ കളിക്കും. കാരണം എനിക്കാണെങ്കിൽ ഇപ്പോ മറ്റേ എന്താ ഇവന്റ് സ്റ്റോപ്പ് ഹാസ് ബീൻ റീസ്റ്റോപ്പ് 2 മണിക്കൂർ കൂടുമ്പോഴാണ്. 2 മണിക്കൂർ അര മിനിറ്റ് വരെയും വരാം. 1 മിനിറ്റ് വരെയും വേണ്ട, 30 മിനിറ്റ് ആവും വരാണ് ഒരു ഷോപ്പ് റീസ്റ്റോക്ക് ഉണ്ട്. ഞാൻ ഇന്നത്തെ 5 ഉണ്ട്. അപ്പൊ ആലോചിച്ചോട്ട് എത്ര നേരം ഞാൻ ഗ്രൈൻഡ് ചെയ്തൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാത് ക്ലാസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതാ. എനിക്കാണെങ്കിൽ പ്രാന്ത് ഓടിച്ചൊന്ന് തലക്കൊക്കെ എനിക്ക് എന്തൊക്കെ ഓടും. എന്റെ പുളിയൊക്കെ ഏതോ ഒരു പറഞ്ഞു ഇത് എടുക്കുമ്പോ വരെ എന്റെ ശബ്ദമൊക്കെ വല്ലാതെ നോർമൽ രീതി പറയുന്ന ആ ഒരു ഇതിലല്ല കേട്ടോ. എന്റെ ലെവൽ 100 എത്തിയില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണും. ലെവൽ 100 ഇട്ടത് ഈ ലെവലായിപ്പോയാൽ ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണത്തില്ല. അത്രയൊക്കെ എനിക്ക് പ്രാന്ത് ഓടിക്കും. ഇനി എനിക്ക് വല്ല തടസ്സം 100 ഒരു 200 വരെയും കൂടി കൊല്ലാൻ പറഞ്ഞാൽ ഞാൻ നിർത്തി. മറ്റേ ധീര സിനിമയിലെ പോലെ പറഞ്ഞേ ഷക്കീർ നീ മുൻപ് അതാണ് എന്റെ ഒരു സെക്കൻഡ് അതാണ് സെക്കൻഡ്. ആൻഡ് തേർഡ് എബിലിറ്റി ഒരു ആദ്യത്തെ മാസ്റ്റർ വന്നു. ഇതാണ് തേർഡ്. എന്റെ ഹാക്കി ഓണാക്കി കഴിഞ്ഞാൽ ഇതൊരു ബ്ലാക്ക് കളർ ഉണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. 100 ആവാൻ സമയത്ത് ഇതല്ലേ സ്വർഗം കാണുന്നത്. എന്റെ പൊന്നെ. ഞാൻ ഇന്നത്തെ ഒരു കുറച്ച് പേരെ സമ്മതിക്കും. എന്താ കുറേ പേരിത് ചെയ്യുന്നുണ്ട്. സ്പീഡർ അവരൊക്കെ ഒറ്റ 100 എന്നുവെച്ചാൽ അവരെല്ലാം ചുമ്മാ ഇരുന്ന് കളിച്ചിട്ട് അങ്ങനെ കെട്ടുന്നവരുണ്ട്. എനിക്ക് അവരുടെയൊക്കെ പുള്ളിയൊക്കെ പോയെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം അത്രയ്ക്ക് ടൈം കൊടുത്ത് എന്നിട്ടാണെങ്കില ഇതെല്ലാം ചെയ്ത് നമ്മള് കഷ്ടപ്പെട്ടത് എല്ലാവരും സബ്സ്ക്രൈബിലായിട്ട് വേറെ കഷ്ടപ്പെട്ടു. എന്നിട്ട് പോലും ആരും ചെയ്യും. അപ്പൊ പിന്നെ ആലോചിച്ച് നോക്കും, നമുക്ക് ഭ്രാന്ത് ഒതുങ്ങിയത് ഭ്രാന്ത്. പക്ഷെ ഇത്ര ഇരുന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെന്താ ചെയ്യുന്നത്? ഇതിനെയും കൂടി കൊല്ലുമ്പോ ലെവൽ 100 ആവും. എല്ലാം അതിനും ഒന്നോ അവസാന നിമിഷം എന്നെ അപ്പുറത്തോന്ന് ഒറ്റ കൊടുത്തേ. ഒരു തരിയും കൂടി എന്നെയും കൂടി കൊല്ലണം അല്ലേ? ഇത്ര നേരം 2 പേരെ കൊല്ലുമ്പോൾ ഞാൻ ഡെവലപ്പായിക്കോ. 99 വന്നപ്പോ ഒരു ഡിലേ മാക്സിമം ഡാമേജ് ഞാൻ ചെയ്യുന്നു. എന്റെ പൊന്നോ മഞ്ഞയിലെത്തിച്ച
ആൻഡ് എനിക്ക് എടുത്ത് പറയേണ്ട ഒരാൾ പ്രാഡി. പ്രാഡി എന്നാണ് എൻ്റെ പേരെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്നറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവനാണ് എനിക്ക് ഈ ഐസ് ഫ്രൂട്ട് തന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഡാർക്ക് വെച്ച് ഒരിക്കലും നടക്കത്തില്ല. ഗ്രൈൻഡിങ് എന്നുള്ള സ്വപ്നം എനിക്ക് കിട്ടത്തില്ല. അത്രയ്ക്ക് മാത്രം ഡാർക്ക് വെച്ചിട്ട് ചെയ്യാം. എന്തോ ഭാഗ്യത്തിന് എനിക്ക് അവ ഈ ഡാർക്ക് തന്നു. അവനാണ് എനിക്ക് ഫസ്റ്റ് ദിവസവും കുറച്ച് ഗ്രൈൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനും പറ്റില്ല. അവനൊരു ഡാൻസ് ഉണ്ട്, ഒരു വലിയ ഡാൻസ്. അവൻ മലയാളിയല്ല, ഇംഗ്ലീഷുകാരനാണ്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ level 100. എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വില്ലേജ് എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ കിട്ടിയിട്ടില്ല. മറ്റേ അക്കൗണ്ടിൽ പോലും ഇല്ല. അത് കിട്ടിയിട്ടില്ല. ആൻഡ് ഈ ഹാർട്സ് ഒക്കെ കൊണ്ട് സ്പെൻഡ് ചെയ്യാം. വേറെന്താ സംസാരിക്കുക. ആൻഡ് ഈ ഒരു ഐസ് ഫ്രൂട്ട് വെച്ചിട്ട് എനിക്ക് കണ്ടോ ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ബോട്ട് തന്നെ എടുത്ത് എനിക്ക് കാര്യം കഴിയൊക്കെ കാലേ ഞാൻ ഓരോരോ കൊല്ലുമ്പോ ഇങ്ങനത്തെ കാലൊക്കെ ഇട്ട് കിറുക്ക്. പക്ഷെ എനിക്കൊരു ഞാൻ ഇത്രയും ചെയ്തിട്ട് എനിക്ക് 20,000 ഉള്ളൂ കേട്ടോ പൈസ. അത് വേറൊരു കോടി. അമ്മ കോൺസെൻട്രേഷൻ ഒക്കെ ചെയ്തിട്ട് എനിക്ക് കിളിയിടും. അത്ര എനിക്ക് ഭ്രാന്ത്. എന്നിട്ട് ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പോഴും ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും ചില പേര് ലൈക്കും ചെയ്യുന്നില്ല, സബ്സ്ക്രൈബും ചെയ്യുന്നില്ല, ഷെയറും കമന്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ എന്താണ് ഇത്രയും ചെയ്യുന്നതിൽ കാര്യം? എന്ത് കഷ്ടതയാണ് നോക്കി നിങ്ങളൊക്കെ ചെയ്യാത്തത്? ഇപ്പൊ ആരേലും സബ്സ്ക്രൈബ് ചെയ്യാതെയോ ലൈക്ക് ചെയ്യാതെയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജസ്റ്റ് ആ ഒരു ബെൽ ബട്ടൺ പിന്നീട് ഭാവിയിൽ വേണമെങ്കിൽ മാറ്റി പോവാം. എനിക്കൊരു 100 സബ്സ്ക്രൈബേഴ്സ് വല്ലതൊക്കെ ആവട്ടെ. 100 പോലും എനിക്കായി. അപ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഷ്ടമുണ്ട്, എന്ത് കഷ്ടമുണ്ട് നിങ്ങൾ പറ. ഞാൻ ഇപ്പൊ പോകുന്നത് മിഡിൽ ടൗണിലോട്ടാണ്. അവിടെ പോയി ഹാറ്റ്സും സ്പെൻഡ് ചെയ്ത് അവിടെ പറ്റുവാണെങ്കിൽ പൈസയും വാങ്ങിച്ച് നേരെ പോയിട്ട് ഒരു ഫ്രൂട്ടും കൂടി വാങ്ങിച്ച് ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കാണെങ്കിൽ സത്യം പറയാൻ എനിക്ക് നല്ല എനിക്ക് ഇതിനൊക്കെ അയ്യോ ഒന്നായിപ്പോയി. കാരണം അത്രയ്ക്ക് ഞാൻ ഗ്രൈൻഡ് ചെയ്തു. അത്രയ്ക്കെന്ന് വെച്ചാൽ അത്രയ്ക്ക്. അയ്യോ
അയ്യോ, ഇവ ഏതോ ഒരു ഫ്രൂട്ട് വരുമെന്നാണ് പറയുന്നത്. എനിക്ക് ഹാർട്സും കൂടി ചിലവൊക്കെ ഫണ്ടാക്കിയാലെങ്കിൽ അവരെന്നെ തരുമെന്ന്. നീ സത്യാക്കുണ്ടോ? അവനെ കൊന്നടോ. ചേട്ടേ ക്രിസ്ത്യാനോ മറ്റേടത്ത് പരിപാടി. സത്യാക്കുന്നു എന്തോ അറിയാം. വല്ലാത്ത കാര്യം. അവൻ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവന് പറ്റത്തില്ല അറ്റാക്ക്. അവനെ എവിടെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പറയുന്ന അങ്ങോട്ട് എന്ത് പറഞ്ഞു അപ്പോൾ അത് എങ്ങോട്ടൊക്കെയാ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. എങ്ങോട്ടൊക്കെയാ പോകുന്നതെന്ന് എനിക്കറിയാം. അതാണ് സത്യം. ആ എനിക്ക് ബോട്ടിന്റെ ആവശ്യമില്ല. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ സാധാരണ ബോട്ട് വാങ്ങിക്കാട്ടില്ല. ഞാൻ പൈസ ഇത്രയൊക്കെ വേണ്ടിയിട്ട് ആ ഒരു ബോട്ടിന് വേണ്ടിയിട്ടൊന്ന് സ്പീഡുള്ള ബോട്ട് വേണം എനിക്ക് പൈസ ചെയ്യുന്നത്. ഇവിടെ പിന്നെ ഏതൊക്കെ ഒരു ഫ്രൂട്ടൊക്കെ ഉണ്ട്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഏതൊക്കെ ഫ്രൂട്ട്. അതാണ് ഞാൻ അതിന്റെ പുറകെ ഒരു വിശ്വാസത്തിൽ പോകാറ്. എന്തെങ്കിലും ഫ്രൂട്ട് അച്ഛനും വാങ്ങിച്ച തരുമായിരിക്കും. ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം എനിക്ക് അറിയില്ല. അതായിരുന്നു, ബട്ട് അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. നല്ല ഫ്രൂട്ട് അല്ലേ? ഇത് വേറെ ലെവൽ ഫ്രൂട്ടാ. സ്റ്റോർ സ്റ്റോർ പെയിൻ ഫ്രൂട്ട്.
തോന്നുന്നു. നോക്കട്ടെ പിന്നെ നോക്കാൻ ഇതെടുക്കണം. എന്നിട്ട് താരോട്ട് പോകണം. നമ്മളുടെ ഫ്രൂട്ട് ഏതാണ്? നമ്മളുടെ ഇപ്പൊ ഇരിക്കുന്നത് കയ്യിലിരിക്കുന്നത് ഐസ്. ഐസ്. എന്റെ താഴെ yeah, it's good fruit. It's good fruit. It's good fruit. നല്ല ഫ്രൂട്ടാണ് ഉള്ളതിനേക്കാൾ നല്ല ഫ്രൂട്ട്. സോ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, കഴിച്ചേക്കാം. എൻ്റെ ഇരിക്കുന്നത് ഐസ് ഫ്രൂട്ടാണ്. ഇതിലാണ് എനിക്ക് നല്ല രീതിയിൽ എവിറ്റീസ് ഒക്കെ ഉള്ളത്. ബട്ട് അതിനേക്കാൾ ഇതെല്ലാം ഫ്രൂട്ടാണത്. ഇത് ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യാം. എനിക്ക് ഇപ്പൊ ഇത് സ്റ്റോർ ചെയ്യണം. സ്റ്റോറി മാക്സിമം പെട്ടെന്ന് വെയിറ്റ് ചെയ്താൽ പിന്നെ കൂടുതൽ പവർ കൊടുക്കട്ടെ. നമ്മുടെ ഏരിയയാണ്. അപ്പൊ അവന്റെ നെഞ്ചത്തെന്തോ ഉണ്ടല്ലോ. അവന്റെ നെഞ്ചത്തെന്തോ ഉണ്ടോ? ഇപ്പൊ ഇവിടെ തട്ടിയപ്പോഴാണ് കറക്റ്റ് കേട്ടോ. കൊള്ളാന്ന് തോന്നുന്നു. ബ്ലോക്ക് ഇട്ട് വട്ടി വിളിയിട്ട് കളിക്കുന്നവർക്ക് ഉറപ്പ് അറിയായിരിക്കും. അവർക്ക് വലിയൊരാളൊന്നുമല്ല. യുവരാജ്യങ്ങൾ കൊണ്ടുമ്പോഴേക്കും അത്യാവശ്യം മാസ്റ്റർ ലെവലൊക്കെ കിട്ടും. എന്താ ഒളിച്ചോളിയിലൊക്കെ ഇപ്പൊ ഈ ഒരു അടിയിൽ അവർ സബ്സ്ക്രൈബ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. മാസ്റ്റർ ചെയ്യല്ലേ, മാസ്റ്ററി 100 200 സോ ഇന്നത്തേക്കുള്ള വീഡിയോ ഒത്തിരി ലോണായിപ്പോയി. എൻ്റെ ഒരു ലക്ഷ്യം ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ ആലോചിക്കുന്നത് ഇതാലോ മിഡിൽ ടൗണിലോട്ട് പോയി. സമയം കുറച്ച് ലേറ്റായി, എന്നാലും ചെയ്യാം. തരാനൊന്നും പോണില്ലെന്ന് എനിക്കറിയാം. മണി 670 എന്നോ ചുമ്മാ ആശാനെ ചുമ്മാ പഠിക്കുന്നുണ്ട്.
നാളെ ഞാൻ ചെറുതായിട്ട് പേര് വിളിക്കാം കേട്ടോ. എനിക്ക് അവന്റെ സ്വഭാവം എന്താ ഒരു അട്ടി ഞാൻ കൊടുത്തു. ഓക്കെ എന്താ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത്? ഞാൻ തരില്ലാന്നൊക്കെ എനിക്കറിയാം. ഒരു രസം ഇതും കൂടെ കണ്ടിട്ട് പോകും. ഫുഡാന്നൊക്കെ ചുമ്മാ then we lost. നാളെ പ്ലീസ് നിങ്ങൾ എന്തായാലും ബുക്ക് ചെയ്യുക. തരയാണെങ്കിൽ ഞാൻ നാളെ കഴിക്കാം. ബൈ.